ഇപ്പോൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞിനി കഴിഞ്ഞ വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ സോഫയ്ക്ക് എന്തൊക്കെയാണോ മെറ്റീരിയൽ ഇടേണ്ടത് പരിചയപ്പെടുത്തി തരാന്നുള്ളത്. ആദ്യം നമ്മൾ സോഫയ്ക്ക് ഉപയോഗിക്കുക ഈ ബെൽറ്റാണ്, അലാസ്റ്റിക് ബെൽറ്റ്. ഇതാണ് അലാസ്റ്റിക് ബെൽറ്റ് റോൾഡ്. അത് 3 ഇഞ്ച് വീതിയാണ് വരിക. ഉണ്ടോ? അതേമാതിരിയുള്ള ബെൽറ്റാണ് ഉപയോഗിക്കുക. അത് സീറ്റിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് വരുന്നത് കോട്ടൺ ബെൽറ്റ്. ഇത് നമ്മൾ ചാരിനോട്ട് ഉപയോഗിക്കുന്നതാണ്, ചാരിൻ്റെ ഭാഗത്ത്. അതായത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ഒരു ബെൽറ്റ് അടിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഫോം ഒട്ടിക്കൽ. ഇനി അടുത്തതായി നമ്മൾ സീറ്റിന് ഉപയോഗിക്കുന്നത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. പോക്കറ്റ് സ്പ്രിംഗ് പറയുമ്പോൾ ഈ ഒരു സാധനമാണ്. അതായത് ഇതൊരു കവറിൽ ഗമ്മൊക്കെ ഇട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സാധനമാണ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ആക്ഷൻ വരുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ സോഫയിൽ വെക്കലെന്ന് പറഞ്ഞാൽ, ഈ ഒരു അലാസ്റ്റിക് ബെൽറ്റ് നമ്മൾ സീറ്റിന് ഇതേമാതിരി ക്രോസിൽ ടൈറ്റാക്കി അടിക്കും ആണോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേമാതിരി ഫോം കട്ട് ചെയ്ത് ഗ്യാപ്പ് സെറ്റാക്കും. സെറ്റാക്കിയിട്ട് ഈ ഒരു സ്പ്രിങ് ഇങ്ങോട്ട് വെച്ചു കൊടുക്കും. ഈ ഒരു സ്പ്രിങ് ഇതേമാതിരി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സൂപ്പർ സോഫ്റ്റ് എന്ന ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് സൂപ്പർ സോഫ്റ്റ് എന്ന ഫോം. 32 ഡെൻസിറ്റി കുർലോൻ്റെ കമ്പനീൻ്റെ. ഇത് ഇവിടെ കണ്ട് ഗം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. ഇതിൻ്റെ കറക്റ്റ് പീസൊന്നുമല്ല. ഗം വെച്ചിട്ട് ഇങ്ങോട്ട് ഒട്ടിക്കും. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് നമുക്ക് സോഫ്റ്റ് കിട്ടാനുള്ള സൂപ്പർ സോഫ്റ്റിൻ്റെ വർക്ക്. നമ്മൾ ചാരിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുന്നത് മൈക്രോ ഫൈബറാണ്. അതാണ് ഈ സാധനം. നമ്മളെ ടെഡ്ഡി ബാറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഈ വൈറ്റ് സാധനം. ഇതൊരു റെക്രോൺ എന്ന് ഇതിന് പറയും. ഇത് റിലയൻസിൻ്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സോഫിൻ്റെ സൈഡ് പ്ലൈവുഡ് ആയിട്ട് വരിക. ഇത് പ്ലൈവുഡ് നല്ല ക്വാളിറ്റി ഉള്ള 12mm പ്ലൈവുഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സൈഡിലൊക്കെ പറ്റിക്കൊക്കെ വെച്ചിട്ടാണ് വരിക. പിന്നെ നിങ്ങൾക്ക് സോഫിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.